അസ്സലാമു അലൈക്കും. വെൽക്കം ടു കീസ് ആൻഡ് മെയ്ഡ്. ഇന്ന് ഞങ്ങൾ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സൈസിൻ്റെ വേറെ വേറെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്യുക ഈ 3 സൈസിലും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ മിഡിലായിട്ട് മീഡിയം സൈസിൽ ഇതിൻ്റെ സൈസ് സെയിം ആണ്. പക്ഷേ ഈ ഹൂക്കും ഇതിൻ്റെ സൈസും ഹൂക്കും സൈസും ഡിഫറൻസ് ആകുമ്പോൾ അത് ചെറുത് വലുതുണ്ടാവും. പിന്നെ ഇതേ ഹൂക്കിൽ തന്നെ ഇങ്ങനെയാണ് ചെറുത് വലുത് എങ്ങനെ ഉണ്ടാക്കുക, സ്റ്റിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മീഡിയമിൻ്റെ ഈ ക്യൂട്ടായിട്ടുള്ള ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന അലേസി ബേബി വെസ്റ്റ്. ഇത് 90% ആക്രിലിക്, 10% ബാമ്പു ആണ്. നിങ്ങൾക്ക് ഏത് യാനും യൂസ് ചെയ്യുക, ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തത് 2 to 4 ആണ് ഹുക്ക് സൈസ്. ഞാൻ 4 mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം ഒരു മീഡിയം സൈസിൻ്റെ ഒരു ബോ ഉണ്ടാക്കാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാജിക് റിങ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ മെത്തേഡ് അറിയുന്ന അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എൻഡ് യാനിനെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഈ വർക്കിംഗ് യാനിനെ റാപ്പ് ചെയ്യുക കയ്യിലേക്ക്. പിന്നെ ഇതിനെ എക്സ് ആയിട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇതിനിങ്ങനെ ഈ ചെറിയ വിരൽ ഇങ്ങനെ പിടിക്കുക. പിന്നെ ഹൂക്കിനെ ഇതിനെ എടുത്തുകൊണ്ട് വരാം. ഹൂക്കിനെ ഇട്ടിട്ട് ഇങ്ങനെ യാനിങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ചെയിൻ ഇടാം. ഈ വർക്കിംഗ് യാനിൽ ഞാൻ കയ്യിൽ നിന്ന് എടുത്തു, ഇത് ചെയിൻ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് ചെയിൻ 5 ആണ്. ഇപ്പോൾ ഞാൻ ചെയിൻ 5 ഇടുന്നു. 1 2 3 4 ആൻഡ് 5 ചെയിൻ ഇട്ടു. ഇതിൽ ഞാൻ ട്രിപ്പിൾ ക്രോഷ്യാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാം? ഞാൻ ഹൂക്കിലേക്ക് 2 times റാപ്പ് ചെയ്യുക. ഇത് ഫസ്റ്റ് വൺ, പിന്നെ സെക്കൻഡ് വൺ. ഇപ്പോൾ നമ്മൾ ഹൂക്കിൽ 3 ടൈമാണ് ഉള്ളത്. 1 2 3. എന്നിട്ട് ഈ മാജിക് റിങ് ഉണ്ടല്ലോ, മാജിക് റിങ്ങിനെ ശ്രദ്ധിക്കുക. ഇതിൽ 2 യാനിങ്ങനെ ഉണ്ടാവണം. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ സിംഗിൾ യാനല്ല, 2 യാനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് രണ്ടും ഇങ്ങനെ പോകണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടാൻ പാടില്ല. ഇത് ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പം ഞാൻ ഇതിലേക്ക് ഈ മാജിക് റിങ്ങിലേക്ക് ഹൂക്ക് ഇടുന്നു. പിന്നെ യാനെ എടുത്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ വലിക്കാനില്ല. അവിടെ തന്നെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഇത്ര ലൂസിൽ കൊടുന്നാൽ മതി. ഇങ്ങനെ ഉണ്ടാവും. ഹൂക്ക് ഇങ്ങനെ ക്രോസിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൂക്കിൽ 4 ആണുള്ളത്. 1 2 3 4. പിന്നെ ഫസ്റ്റ് 2 എടുക്കുക, പിന്നെ 2 എടുക്കുക, പിന്നെ 2 എടുക്കുക. ഇപ്പോൾ ഞങ്ങൾ എടുത്തത് 3 ടൈമാണ്. അപ്പോൾ ഇങ്ങനെ 3 ടൈം എടുക്കുക ഞാൻ. ഓക്കെ, ഞങ്ങൾക്ക് ഇപ്പോൾ 5 ട്രിപ്പിൾ ക്രോഷ്യാണ് വേണ്ടത്. ഇപ്പോൾ 1 ചെയ്തു. അഗെയിൻ ഇനി നമുക്ക് ടോട്ടൽ 5 ആണ് ഉള്ളത്. 1 എടുക്കുക, 2 എടുക്കുക. ഇപ്പോൾ 2 ആയി. ഇപ്പോൾ ഞങ്ങൾ തേർഡ് വൺ, 5. നിങ്ങൾ ആദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ യാന് 2 കൂടെ ഉണ്ടാണോ, ഒന്നല്ല. പിന്നെ ഇതിനെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അടുപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചെയിൻ 5 ആണ്. നെക്സ്റ്റ് 1 2 3 4 ആൻഡ് 5. സ്ലിപ്പ് സ്റ്റിച്ച് ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. മാജിക് റിങ്ങിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇതാണ് ഞങ്ങൾ 1 സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ ചെയിൻ 5 അഗെയിൻ ചെയിൻ 5 ഇടുക. 1 2 3 4 and 5 treble crochet 5 times, treble crochet 5 times, and last one and 5 in chain 5. 1 2 3 4 and 5. ഇതിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. മാജിക് റിങ്ങിനകത്ത് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എൻഡ് യാനുണ്ടല്ലോ, എൻഡ് യാൻ ഇതിനെ ഇങ്ങനെ വലിക്കുന്നു, ടൈറ്റ് ചെയ്യുന്നു, പിടിച്ചിങ്ങനെ വലിക്കാം. അപ്പോൾ ഇത് ക്ലോസ് ആവും. ഓക്കെ, പിന്നെ ഇവിടെ ചെയിൻ 1 ഇടാം. ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ചിനൊന്ന് ടൈറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ 1 ഇടാം, ടൈറ്റ് ചെയ്യാം. പിന്നെ ലോങ് ടൈൽ കട്ട് ചെയ്യാം. ചെറുതല്ല, ലോങ് ടൈൽ, കുറച്ച് വലുതായിട്ടുള്ള ടൈൽ ഞാൻ കട്ട് ചെയ്യാം. ഞാൻ ഇത്ര വലുതെടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിനെ ഇപ്പോൾ ഞാൻ ഈ എൻഡ് യാനുണ്ടല്ലോ, എൻഡ് യാൻ്റെ കൂടെ ഒന്ന് നോട്ട് ഇടുന്നു. ഒരു സിംഗിൾ നോട്ടാണ്, ഒരു നോട്ട് ഇട്ടു. ഓക്കെ, ഒന്ന് നോട്ട് ഇടാം. പിന്നെ ഈ ലോങ് ടൈൽ ഉണ്ടല്ലോ, ഇതിനെ ഈ മിഡിലായിട്ട് റാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടാന്നുണ്ടെങ്കിൽ റാപ്പ് ചെയ്യണ്ട. ഇവിടെ എന്തെങ്കിലും ബട്ടൺസോ സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും വെക്കാം. ഇപ്പം ഞാൻ റാപ്പ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. റാപ്പ് ചെയ്തു. ഞാൻ ഇതിനെ ലാസ്റ്റിൽ ബാക്ക് സൈഡിലാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോവാം. ഇതിനെ ബാക്ക് സൈഡിൽ കൊണ്ടുപോവാം. ഈ ഹൂക്കിനെ ഇതിൻ്റെ അകത്തേക്ക്, ഈ റാപ്പ് ചെയ്ത അകത്തേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഈ യാനിനെ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, പിന്നെ ഈ എൻഡ് യാനും ഈനൊന്ന് നോട്ടിടാം. 2 times നോട്ടിടാം. 1 and 2. ഓക്കെ, പിന്നെ ഇതിനൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിൻ്റെ ബോന്ന്